നമ്മുടെ ചാനലിൽ LDC 2024 ഒരു ഫ്രീ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസുകളുടെ ലിങ്ക് LDC 2024 ഫ്രീ കോഴ്സ് എന്ന പ്ലേലിസ്റ്റിൽ നൽകിയിരിക്കുന്നു. LGS 2024 ഫ്രീ കോഴ്സ് ഉടൻ തന്നെ നമ്മൾ ആരംഭിക്കുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവരും അതിനായി വെയിറ്റ് ചെയ്യുക. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2023 കേരള പുരസ്കാരങ്ങളാണ്. സുഹൃത്തുക്കൾക്ക് ഒരു ടെൻഷനും വേണ്ട. ഈസി കോഡിലൂടെ നമുക്ക് ഇവന്മാരെ എല്ലാം അങ്ങ് പഠിച്ചു കളയാം. നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായും നമുക്ക് പഠിക്കാനുള്ളതാണ് എഴുത്തച്ഛൻ പുരസ്കാരം. കേരള സാഹിത്യ മേഖലയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരം എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം. കേരള സാഹിത്യ മേഖലയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരം എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. എഴുത്തച്ഛൻ അവാർഡ് നൽകിയിരുന്നത് കേരള സാഹിത്യ അക്കാദമിയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നതാരാണ്? കേരള സാഹിത്യ അക്കാദമിയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത് 1993 എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത് 1993 എഴുത്തച്ഛൻ പുരസ്കാര തുക 5 ലക്ഷം രൂപ. എഴുത്തച്ഛൻ പുരസ്കാര തുക എത്ര സുഹൃത്തുക്കളെ? 5 ലക്ഷം രൂപയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം തുക കൂട്ടിയ വർഷം ചോദിച്ചാൽ അത് 2011 എഴുത്തച്ഛൻ പുരസ്കാര തുക കൂട്ടിയ വർഷം 2011. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. ഒന്നുകൂടി പറയാം, കേരളത്തിലെ സാഹിത്യ മേഖലയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരം എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് കേരള സാഹിത്യ അക്കാദമിയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത് 1993 മുതലാണ്. എഴുത്തച്ഛൻ പുരസ്കാരത്തിന് തുക ചോദിച്ചാൽ ഇപ്പോൾ 5 ലക്ഷം രൂപയാണ്. എഴുത്തച്ഛൻ പുരസ്കാര തുക കൂട്ടിയ വർഷം 2011. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. ആരാണ്? ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ വ്യക്തി തകഴി ശിവശങ്കര പിള്ള. വർഷം 1994. തകഴി ശിവശങ്കര പിള്ളയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടാമതായി ലഭിക്കുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വനിതകളുടെ എണ്ണം 5 5 വനിതകളും നമ്മൾ പഠിക്കും ഇവിടെ. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വനിതകളുടെ എണ്ണം ചോദിച്ചാൽ 5 5 വനിതകളെയും നമ്മൾ പഠിക്കണം. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വനിത ബാലാമണി അമ്മയാണ്. വർഷം 1995. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന വനിതയാണെന്ന് ചോദിച്ചാൽ ബാലാമണി അമ്മയ്ക്കാണ്. വർഷം 1995. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ വനിത കമല സുരയ്യ. വർഷം 2002. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ വനിത ആരെന്ന് ചോദിച്ചാൽ അത് കമല സുരയ്യയാണ്. വർഷം 2002. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന മൂന്നാമത്തെ വനിത സുഗതകുമാരി. 2009. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന മൂന്നാമത്തെ വനിത ആരാ സുഹൃത്തുക്കളെ? സുഗതകുമാരി. വർഷം 2009. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന നാലാമത്തെ വനിത ഡോക്ടർ M ലീലാവതിയാണ്. വർഷം 2010. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന നാലാമത്തെ വനിത ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ M ലീലാവതിയാണ്. വർഷം 2010. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന അഞ്ചാമത്തെ വനിത ആരെന്ന് ചോദിച്ചാൽ P വത്സല. വർഷം 2021. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന അഞ്ചാമത്തെ വനിത ആരെന്ന് ചോദിച്ചാൽ അത് P വത്സല. വർഷം 2021. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് തകഴി ശിവശങ്കര പിള്ളയാണ്. വർഷം 1994. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന വനിതകളുടെ എണ്ണം 5. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിത ചോദിച്ചാൽ ബാലാമണി അമ്മയാണ്. വർഷം 1995. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ വനിത കമല സുരയ്യ. വർഷം 2002. നമുക്ക് അവിടെ ഈസി ആയിട്ട് പഠിക്കാം. രണ്ടാമത്തെ വനിതയ്ക്ക് എന്ന് കിട്ടി? 2002 കിട്ടി. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന മൂന്നാമത്തെ വനിത സുഗതകുമാരി. വർഷം 2009. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന മൂന്നാമത്തെ വനിത സുഗതകുമാരി. വർഷം 2009. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന നാലാമത്തെ വനിത M ലീലാവതിയാണ്. ഡോക്ടർ M ലീലാവതിയാണ്. വർഷം 2010. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന അഞ്ചാമത്തെ വനിത P വത്സലയാണ്. 2021 P വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എന്നങ്ങ് പഠിക്കുക. എഴുത്തച്ഛൻ പുരസ്കാരം 2023 ലഭിച്ചത് ഡോക്ടർ KS വസന്തനാണ്. പഠിക്കുക. എഴുത്തച്ഛൻ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാ സുഹൃത്തുക്കളെ? ഡോക്ടർ KS വസന്തനാണ്. കേരള സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ലഭിച്ചത്. കേരള സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്ക് ലഭിക്കുന്നത്? ഡോക്ടർ KS വസന്തനെ ലഭിക്കുന്നത്. ഡോക്ടർ KS വസന്തന്റെ പുസ്തകങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇത് PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം. കേരള സംസ്കാര ചരിത്ര നിഘണ്ടു. ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ പുസ്തകം ഏതാണ്?
കേരള സംസ്കാര ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ, പടിഞ്ഞാറൻ കാവ്യമീമാംസ. ഈ ഇത്രയും പുസ്തകങ്ങളെങ്കിലും നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. അപ്പോ ഡോക്ടർ KS വസന്തന്റെ പുസ്തകങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കേരള സംസ്കാര ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ, പടിഞ്ഞാറൻ കാവ്യ മീമാംസ പഠിക്കുക. എഴുത്തച്ഛൻ പുരസ്കാരം 2022 നേടിയത് സേതുവാണ്. എഴുത്തച്ഛൻ പുരസ്കാരം 2022 നേടിയ വ്യക്തി ആരാ സുഹൃത്തുക്കളെ? സേതുവാണ്. കേരള സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് തന്നെയാണ് സേതുവിനും എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. സേതുവിന്റെ പ്രധാനപ്പെട്ട കൃതികൾ പഠിക്കുക: പാണ്ഡവപുരം, കൈമുദ്രകൾ, അടയാളങ്ങൾ, കിരാതം, ആറാമത്തെ പെൺകുട്ടി, കിളിമൊഴികൾക്കപ്പുറം. ഇത്രയും സേതുവിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങളാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം: പാണ്ഡവപുരം, കൈമുദ്രകൾ, അടയാളങ്ങൾ, കിരാതം, ആറാമത്തെ പെൺകുട്ടി, കിളിമൊഴികൾക്കപ്പുറം. ഇത്രയും സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. എഴുത്തച്ഛൻ പുരസ്കാരം 2021 നേടിയത് P വത്സലയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം 2021 നേടിയത് ആരാ സുഹൃത്തുക്കളെ? P വത്സലയാണ്. കേരള സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് തന്നെയാണ് P വത്സലയ്ക്ക് 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. P വത്സലയുടെ പ്രധാന കൃതികൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പഠിക്കുക: നെല്ല്, എന്റെ പ്രിയപ്പെട്ട കഥകൾ, ഗൗതമൻ, മരച്ചോട്ടിലെ വെയിൽച്ചീളുകൾ, മലയാളത്തിന്റെ സുവർണ കഥകൾ, വേറിട്ടൊരു അമേരിക്ക, അശോകനും അടയാളങ്ങളും. ഇതിൽ നെല്ല് നല്ലതുപോലെ പഠിക്കുക. കാരണം PSC പ്രീവിയസ് ആയി ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞോ. നെല്ലെന്നുള്ള പുസ്തകം എഴുതിയത് ആരാണ്? P വത്സലയാണ്. അപ്പോ P വത്സലയുടെ പ്രധാന കൃതികൾ നമുക്കൊന്നുകൂടെ നോക്കാം സുഹൃത്തുക്കളെ. നെല്ല്, എന്റെ പ്രിയപ്പെട്ട കഥകൾ, ഗൗതമൻ, മരച്ചോട്ടിലെ വെയിൽച്ചീളുകൾ, മലയാളത്തിന്റെ സുവർണ കഥകൾ, വേറിട്ടൊരു അമേരിക്ക, അശോകനും അയ്യാളും. ഇത്രയുമാണ് P വത്സലയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സക്കറിയയ്ക്കാണ്. 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ പോൾ സക്കറിയയ്ക്കാണ്. അല്ലെങ്കിൽ ആരാണ്? നമ്മുടെ സക്കറിയയ്ക്കാണ്. പഠിക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു ഈസി കോഡ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കൾ ഒന്നും വിഷമിക്കേണ്ട. 2020 മുതൽ 2023 വരെയുള്ള എഴുത്തച്ഛൻ പുരസ്കാരങ്ങൾ മുഴുവൻ ഇതിനകത്തുണ്ട്. യാതൊരു ടെൻഷനും വേണ്ട. നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. കോഡ് ഇത്രയേ ഉള്ളൂ. SV സേതുവിന്റെ വസന്ത വന്ന അച്ഛൻ എഴുതി 0123. എന്താണ് കോഡ് സുഹൃത്തുക്കളെ? SV സേതുവിന്റെ വസന്ത വന്ന അച്ഛൻ എഴുതി 0123. സുഹൃത്തുക്കളെ, എസിന്റെ നേരെ താഴെ എന്താ സുഹൃത്തുക്കളെ വരുന്നത്? അത് 0 അപ്പോൾ എസിന്റെ താഴെ 0 വന്നിരിക്കുന്നു. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 സൂചിപ്പിക്കുന്നതാണ്. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സക്കറിയയാണ്. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2020 സൂചിപ്പിക്കുന്നു. അപ്പോൾ 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സക്കറിയയ്ക്കാണ്, അല്ലെങ്കിൽ പോൾ സക്കറിയയ്ക്കാണ്. വിക്ക് നേരെ താഴെ കിടക്കുന്ന എന്താ സുഹൃത്തുക്കളെ? 1. അതുകൊണ്ട് തന്നെ V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P വത്സല കിട്ടിയ വർഷം 2021. മനസ്സിലായോ സുഹൃത്തുക്കളെ? V1 എന്ന് വെച്ചാല് 2021 സൂചിപ്പിക്കുന്നു. P വത്സലയ്ക്കാണ് 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. സേതുവിന്റെ നേരെ താഴെ കിടക്കുന്നത് 2. അതുകൊണ്ട് തന്നെ സേതുവിന്റെ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേതുവിന് ലഭിച്ചത് 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സേതുവിനാണ്. അതുപോലെ തന്നെ വസന്തയുടെ നേരെ താഴെ കിടക്കുന്നത് ആരാണ്? 3. അതുകൊണ്ട് തന്നെ വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വസന്തനാണ്. പിന്നെ അച്ഛൻ എഴുതി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. അച്ഛൻ എഴുതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. ഒന്നുകൂടി പറയാം, ഒരു കൺഫ്യൂഷനും വേണ്ട സുഹൃത്തുക്കളെ. SV സേതുവിന്റെ വസന്ത വന്ന അച്ഛൻ എഴുതി 0123 എന്ന്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എസിന് നേരെ താഴെ വരുന്നത് ആരാണ്? 0. അപ്പോൾ S0 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സക്കറിയ. വർഷം 2020. അപ്പോൾ 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സക്കറിയയ്ക്കാണ്. അതുപോലെ തന്നെ V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ക് താഴെ കിടക്കുന്ന 1 V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P വത്സല എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് 2021. ആ 1 എന്ന് പറഞ്ഞാൽ 2021 സൂചിപ്പിക്കുന്നു. സേതുവിന്റെ നേരെ താഴെയുള്ളത് 2. അപ്പോ
2022 എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ അത് സേതുവിനാണ്. വസന്തയുടെ നേരെ താഴെ വരുന്നത് 3 ആണ്. അപ്പോ 2023 എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? കെ വസന്തനാണ്. അവസാനം അച്ഛൻ എഴുതി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരത്തെയുമാണ്. ഇങ്ങനെ ഒരു സിമ്പിൾ കോഡിലൂടെ സുഹൃത്തുക്കൾക്ക് 2020 മുതൽ 2023 വരെ പുരസ്കാരം ലഭിച്ച എല്ലാവരെയും ലഭിക്കുന്നതാണ് സമയം. രണ്ടാമത്തെ പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം. രണ്ടാമത്തെ പുരസ്കാരം ഏതാ സുഹൃത്തുക്കളെ? വള്ളത്തോൾ പുരസ്കാരമാണ്. വള്ളത്തോൾ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം 1991. വള്ളത്തോൾ അവാർഡ് നൽകി തുടങ്ങിയ വർഷം എത്രയാണ്? 1991 ആണ്. വള്ളത്തോൾ അവാർഡ് നൽകുന്നത് വള്ളത്തോൾ സാഹിത്യ അക്കാദമിയാണ്. പല സുഹൃത്തുക്കളും തെറ്റിക്കുന്ന പോയിന്റ് ആണ് പറഞ്ഞത്. വള്ളത്തോൾ അവാർഡ് നൽകുന്നത് വള്ളത്തോൾ സാഹിത്യ അക്കാദമിയാണ്. വള്ളത്തോൾ അവാർഡിന്റെ തുക എത്രയെന്ന് ചോദിച്ചാൽ 6 ഒന്നുകൾ അങ്ങ് ഇട്ടു കൊടുക്കണം കേട്ടോ. വള്ളത്തോൾ സമ്മാന തുക എത്രയെന്ന് ചോദിച്ചാൽ 6 ഒന്നുകൾ അങ്ങ് ഇട്ടു കൊടുക്കുക. അതായത് 1,11,111 രൂപയാണ് വള്ളത്തോൾ അവാർഡിന്റെ സമ്മാന തുക. വള്ളത്തോൾ അവാർഡിന്റെ സമ്മാന തുക ചോദിച്ചു കഴിഞ്ഞാൽ 6 ഒന്നുകൾ ചേർത്തങ്ങ് ഇട്ടു കൊടുക്കുക. അതായത് 1,11,111 രൂപയാണ് വള്ളത്തോൾ അവാർഡിന്റെ സമ്മാന തുക. വള്ളത്തോൾ അവാർഡ് ആദ്യമായി ലഭിച്ച വ്യക്തി പാല നാരായണൻ നായർക്കാണ്. വള്ളത്തോൾ അവാർഡ് ആദ്യമായി ലഭിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ പാല നാരായണൻ നായർക്കാണ്. കേരളം വളരുന്നു എന്നുള്ള പുസ്തകത്തിനാണ് ലഭിച്ചത്. കേരളം വളരുന്നു എന്നുള്ള പുസ്തകത്തിനാണ് പാല നാരായണൻ നായർക്ക് വള്ളത്തോൾ അവാർഡ് ലഭിച്ചത്. രണ്ടാമതായി വള്ളത്തോൾ അവാർഡ് ലഭിച്ച വ്യക്തി ശൂരനാട് കുഞ്ഞൻപിള്ള. രണ്ടാമതായി വള്ളത്തോൾ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. വള്ളത്തോൾ അവാർഡ് ലഭിക്കുന്ന വനിത ആരെന്ന് ചോദിച്ചാൽ അത് ബാലാമണി അമ്മയാണ്. ആദ്യമായി വള്ളത്തോൾ അവാർഡ് ലഭിക്കുന്ന വനിത ആരാണ്? ബാലാമണി അമ്മയാണ്. വർഷം 1993. ഒന്നുകൂടി പറയുവാണേ, വള്ളത്തോൾ അവാർഡ് ലഭിച്ച ആദ്യത്തെ വനിത ചോദിച്ചാൽ ബാലാമണി അമ്മ. വർഷം 1993 ആണ്. വള്ളത്തോൾ അവാർഡ് ലഭിച്ച രണ്ടാമത്തെ വനിത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർ എം ലീലാവതി. 2002 വള്ളത്തോൾ അവാർഡ് ലഭിക്കുന്ന രണ്ടാമത്തെ വനിത ആര് എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ എം ലീലാവതി. 2002 വള്ളത്തോൾ അവാർഡ് ലഭിച്ച വനിതകളുടെ എണ്ണം 3 വള്ളത്തോൾ അവാർഡ് ലഭിച്ച വനിതകളുടെ എണ്ണം ചോദിച്ചാൽ 3. വള്ളത്തോൾ അവാർഡ് ഏറ്റവും അവസാനം ലഭിച്ച വനിത ആരെന്ന് ചോദിച്ചാൽ സുഗതകുമാരി. വർഷം 2003 പഠിക്കണേ. വള്ളത്തോൾ അവാർഡ് ഏറ്റവും അവസാനം ലഭിച്ച വനിത ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുഗതകുമാരി. വർഷം 2003. ഒന്നുകൂടി പറയുവാണ് സുഹൃത്തുക്കളെ, വള്ളത്തോൾ അവാർഡ് നൽകി തുടങ്ങിയ വർഷം 1991. വള്ളത്തോൾ അവാർഡ് നൽകുന്നത് വള്ളത്തോൾ സാഹിത്യ അക്കാദമിയാണ്. വള്ളത്തോൾ അവാർഡിന്റെ സമ്മാന തുക ചോദിച്ചു കഴിഞ്ഞാൽ അത് 1,11,111 രൂപയാണ്. വള്ളത്തോൾ അവാർഡ് ആദ്യമായി ലഭിച്ചത് പാല നാരായണൻ നായർക്കാണ്. അദ്ദേഹത്തിന്റെ കേരളം വളരുന്നു എന്നുള്ള പുസ്തകത്തിനാണ് ലഭിച്ചത്. രണ്ടാം വള്ളത്തോൾ അവാർഡ് ലഭിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ശൂരനാട് കുഞ്ഞൻപിള്ള. വള്ളത്തോൾ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ വനിത ചോദിച്ചാൽ അത് ബാലാമണി അമ്മയാണ്. വർഷം 1993. വള്ളത്തോൾ അവാർഡ് ലഭിച്ച രണ്ടാമത്തെ വനിത ആരെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ എം ലീലാവതിയാണ്. 2002 ഡോക്ടർ എം ലീലാവതിക്ക് വള്ളത്തോൾ അവാർഡ് ലഭിക്കുന്നത്. വള്ളത്തോൾ അവാർഡ് ലഭിച്ച വനിതകളുടെ എണ്ണം ചോദിച്ചാൽ 3. വള്ളത്തോൾ അവാർഡ് ഏറ്റവും അവസാനം ലഭിച്ച വനിത ആരെന്ന് ചോദിച്ചാൽ സുഗതകുമാരി. വർഷം 2003 പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് വള്ളത്തോൾ പുരസ്കാരം 2019. 2019 ശേഷം വള്ളത്തോൾ പുരസ്കാരം ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം. വള്ളത്തോൾ പുരസ്കാരം 2019 ലഭിച്ചത് പോൾ സക്കറിയ. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പോൾ സക്കറിയയാണ്. 2018 വള്ളത്തോൾ പുരസ്കാരം നേടിയത് എം മുകുന്ദനാണ്. 2018 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ്. 2017 വള്ളത്തോൾ പുരസ്കാരം നേടിയത് പ്രഭാവർമ്മയാണ്. പഠിക്കുക. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പോൾ സക്കറിയയ്ക്കാണ്. 2018 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ്. 2017 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട, നമ്മുടെ കയ്യിൽ സ്മാർട്ട് കോഡ് ഉണ്ട്. നമുക്ക് കോഡിലേക്ക് പോകാം. വള്ളക്കാരനായ സക്കറിയ MP ആയി എന്നങ്ങ് പഠിക്കുക. വള്ളക്കാരനായ സക്കറിയ MP ആയി എന്നങ്ങ് പഠിക്കുക. നമുക്ക് കോഡിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. വള്ളക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളത്തോൾ പുരസ്കാരത്തിനെ സൂചിപ്പിക്കുന്നു. വള്ളക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളത്തോൾ പുരസ്കാരത്തെ സൂചിപ്പിക്കുന്നു. വള്ളത്തോൾ പുരസ്കാരം സക്കറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോൾ സക്കറിയെ സൂചിപ്പിക്കുന്നു. 2019 പോൾ സക്കറിയയ്ക്ക് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത്. സക്കറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോൾ സക്കറിയെ സൂചിപ്പിക്കുന്നു. പോൾ സക്കറിയയ്ക്ക് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് 2019.
എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം മുകുന്ദന് വള്ളത്തോൾ അവാർഡ് ലഭിക്കുന്നത് 2018 എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം മുകുന്ദന് വള്ളത്തോൾ അവാർഡ് ലഭിക്കുന്നത് എപ്പോഴാ സുഹൃത്തുക്കളെ? 2018 പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭാവർമ്മയ്ക്ക് വള്ളത്തോൾ പുരസ്കാരം ലഭിക്കുന്നത് 2017 പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭാവർമ്മയ്ക്ക് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച വർഷം 2017 കോഡ് ഒന്നുകൂടി പറയാം സുഹൃത്തുക്കൾക്ക്, ഒരു ടെൻഷനും വേണ്ട, ഈസിയായി പഠിക്കാം. വള്ളക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളത്തോൾ പുരസ്കാരത്തെ സൂചിപ്പിക്കുന്നു. സക്കറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോൾ സക്കറിയ, വർഷം 2019 പോൾ സക്കറിയയ്ക്ക് വള്ളത്തോൾ പുരസ്കാരം ലഭിക്കുന്നത്. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം മുകുന്ദന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച വർഷം 2018 പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭാവർമ്മയ്ക്ക് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച വർഷം 2017 പഠിക്കുക. അടുത്തതാണ് വയലാർ പുരസ്കാരം. വയലാർ പുരസ്കാരം നൽകി തുടങ്ങിയത് 1977 പഠിച്ചോളനെ. വയലാർ പുരസ്കാരം നൽകി തുടങ്ങിയത് 1977 വയലാർ പുരസ്കാരം നൽകുന്നത് വയലാർ രാമവർമ്മ സ്മാരക ട്രസ്റ്റ് ആണ്. പഠിക്കുക, വയലാർ പുരസ്കാരം നൽകുന്നത് ആരാ സുഹൃത്തുക്കളെ? വയലാർ രാമവർമ്മ സ്മാരക ട്രസ്റ്റ് ആണ്. വയലാറിന്റെ ചരമദിനമായ ഒക്ടോബർ 27 ഈ അവാർഡ് നൽകുന്നത്. PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. വയലാറിന്റെ ചരമദിനമായ ഒക്ടോബർ 27 വയലാർ പുരസ്കാരം നൽകുന്നത്. പഠിക്കുക, പുരസ്കാര തുക 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച വെങ്കല ശില്പവുമാണ്. അതിനോടൊപ്പം തന്നെ പ്രശസ്തി പത്രവും നൽകുന്നുണ്ട്. ഒന്നുകൂടി പറയാം, പുരസ്കാര തുക ചോദിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയാണ്. കാനായി കുഞ്ഞിരാമന്റെ വെങ്കല ശില്പത്തിനോടൊപ്പം തന്നെ പ്രശസ്തി പത്രം കൂടി നൽകുന്നുണ്ട് വയലാർ പുരസ്കാരത്തിൽ. വയലാർ അവാർഡ് ലഭിച്ച ആദ്യത്തെ വ്യക്തിയും ആദ്യത്തെ വനിതയും ഒരാൾ തന്നെയാണ്. ലളിതാംബിക അന്തർജനം അഗ്നിസാക്ഷിക്കാണ് ലഭിക്കുന്നത്. പഠിക്കുക, വയലാർ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തിത്വം ചോദിച്ചാലും ആദ്യത്തെ വനിത ചോദിച്ചാലും ഒരേ ഒരു വ്യക്തി തന്നെയാണ്. ലളിതാംബിക അന്തർജനമാണ്. അവരുടെ അഗ്നിസാക്ഷി എന്നുള്ള നോവലിനാണ് എന്ത് ലഭിക്കുന്നത്? വയലാർ പുരസ്കാരം ലഭിക്കുന്നത്. വയലാർ പുരസ്കാരം ലഭിക്കുന്ന അല്ലെങ്കിൽ വയലാർ അവാർഡ് ലഭിക്കുന്ന രണ്ടാമത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് PK ബാലകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ള പുസ്തകത്തിനാണ് ലഭിച്ചത്. വയലാർ അവാർഡ് ലഭിക്കുന്ന രണ്ടാമത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് PK ബാലകൃഷ്ണനാണ്. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ള പുസ്തകത്തിനാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. വയലാർ അവാർഡ് ലഭിക്കുന്ന രണ്ടാമത്തെ വനിത സുഗതകുമാരി. പഠിക്കുക, വയലാർ അവാർഡ് ലഭിക്കുന്ന രണ്ടാമത്തെ വനിത ആരാണ്? സുഗതകുമാരി. 1984 സുഗതകുമാരി ടീച്ചറിന്റെ അമ്പലമണികൾ എന്നുള്ള കൃതികൾക്കാണ് കേട്ടോ. അപ്പോ വയലാർ അവാർഡ് ലഭിക്കുന്ന രണ്ടാമത്തെ വനിത സുഗതകുമാരി. 1984 അമ്പലമണികൾ എന്ന കൃതിക്കാണ് സുഗതകുമാരി ടീച്ചറിന് വയലാർ അവാർഡ് ലഭിക്കുന്നത്. പഠിക്കുക, വയലാർ അവാർഡ് ലഭിച്ച വനിതകളുടെ എണ്ണം ചോദിച്ചാൽ 6 വയലാർ അവാർഡ് ലഭിച്ച വനിതകളുടെ എണ്ണം എത്രയാ സുഹൃത്തുക്കളെ? 6. ഒന്നുകൂട്ടി പറയാൻ ശ്രദ്ധിച്ചിരിക്കുക. വയലാർ പുരസ്കാരം നൽകി തുടങ്ങിയത് 1977 വയലാർ പുരസ്കാരം നൽകുന്നത് വയലാർ രാമവർമ്മ സ്മാരക ട്രസ്റ്റ് ആണ്. വയലാറിന്റെ ചരമദിനമായ ഒക്ടോബർ 27 വയലാർ പുരസ്കാരം നൽകുന്നത്. വയലാർ പുരസ്കാര തുക ചോദിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച വെങ്കല ശില്പവും അതിനോടൊപ്പം തന്നെ പ്രശസ്തി പത്രവുമാണ് നൽകുന്നത്. വയലാർ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തിയും ആദ്യത്തെ വനിതയും ഒരാൾ തന്നെയാണ്. ലളിതാംബിക അന്തർജനം. ഏതാണ് ആ പുസ്തകം എന്ന് ചോദിച്ചാൽ അത് അഗ്നിസാക്ഷികൾക്കാണ്. വയലാർ അവാർഡ് ലഭിച്ച രണ്ടാമത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ PK ബാലകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം ഇനി ഞാൻ ഉറങ്ങട്ടെ. വയലാർ അവാർഡ് ലഭിക്കുന്ന രണ്ടാമത്തെ വനിതയാണ് ചോദിക്കുന്നെങ്കിൽ അത് സുഗതകുമാരിയാണ്. 1984 സുഗതകുമാരി ടീച്ചറിന് വയലാർ അവാർഡ് ലഭിക്കുന്നത്. അമ്പലമണികൾ എന്ന കൃതിക്കാണ് ലഭിച്ചത് കേട്ടോ. അമ്പലമണികൾ എന്ന കൃതിക്കാണ് ലഭിച്ചത്. വയലാർ അവാർഡ് ലഭിക്കുന്ന വനിതകളുടെ എണ്ണം ചോദിച്ചാൽ അത് 6. വയലാർ അവാർഡ് 2023 ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ജീവിതം ഒരു പെൻഡുലം. പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പെൻഡുലം എന്നുള്ള പുസ്തകത്തിനാണ് ലഭിച്ചത്. 2022 വയലാർ അവാർഡ് ലഭിക്കുന്നത് S ഹരീഷിനാണ്. അദ്ദേഹത്തിന്റെ മീശ എന്ന പുസ്തകത്തിനാണ് ലഭിക്കുന്നത്. വയലാർ അവാർഡ് 2022 ആർക്കാ ലഭിച്ചത്? S ഹരീഷിനാണ്. അദ്ദേഹത്തിന്റെ മീശ എന്ന പുസ്തകത്തിനാണ് ലഭിച്ചത്. വയലാർ അവാർഡ് 2021 നേടിയത് ബെന്യാമിനാണ്. മാന്തളിരിലെ 21 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്നുള്ള പുസ്തകത്തിനാണ് അദ്ദേഹത്തിന് ലഭിച്ചത്.
2021 വയലാർ അവാർഡ് നേടിയത് ബെന്യാമിനാണ്. ബെന്യാമിന്റെ ഏത് പുസ്തകത്തിനാണ് അത് ലഭിച്ചതെന്ന് ചോദിച്ചാൽ മാന്തളിരിലെ 21 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. ഒന്നുകൂടി പറയാം, വയലാർ അവാർഡ് 2023 നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പെൻഡുലം എന്ന പുസ്തകത്തിനാണ് വയലാർ അവാർഡ് 2023 ലഭിച്ചത്. വയലാർ അവാർഡ് 2022 ലഭിച്ചത് എസ് ഹരീഷിനാണ്. അദ്ദേഹത്തിന്റെ മീശ എന്ന പുസ്തകത്തിനാണ്. വയലാർ അവാർഡ് 2021 ലഭിച്ചത് ബെന്യാമിനാണ്. മാന്തളിരിലെ 21 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്നുള്ള പുസ്തകത്തിനാണ് 2021 വയലാർ അവാർഡ് ലഭിച്ചത്. പഠിക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ യാതൊരു ടെൻഷനും അടിക്കേണ്ട. നമ്മുടെ കയ്യിൽ സ്മാർട്ട് കോഡ് ഉണ്ട്. നമുക്ക് കോഡിലേക്ക് പോകാം. ബെൻ വയലിൽ ഹരിശ്രീ എഴുതി എന്നങ്ങ് പഠിക്കുക. ബെൻ വയലിൽ ഹരിശ്രീ എഴുതി എന്നങ്ങ് പഠിക്കുക. അദ്ദേഹം ഹരിശ്രീ ആയിട്ട് എഴുതിയത് 1, 2, 3 എന്നാണ്. ഓർക്കുക, ബെൻ വയലിൽ ഹരിശ്രീ എഴുതി എന്നങ്ങ് പഠിക്കുക. അദ്ദേഹം ഹരിശ്രീ എഴുതിയത് എങ്ങനെയാണ്? 1, 2, 3 എന്നാണ്. നമുക്ക് സമയം കളയേണ്ട. കോഡിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ബെന്നിന്റെ തൊട്ട് താഴെ വരുന്നത് ആരാ സുഹൃത്തുക്കളെ? 1 ആണ്. 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 2021 ആണ്. അപ്പോൾ 2021 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ അത് ബെന്യാമിനാണ്. ഓക്കെയാണ്. അടുത്തത് നമ്മൾ പറയുന്നത് വയലിൽ എന്നാണ്. വയലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലാർ അവാർഡിനെ സൂചിപ്പിക്കുന്നു. വയലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലാർ അവാർഡിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഹരിക്ക് തൊട്ട് താഴെ കിടക്കുന്നത് ആരാ സുഹൃത്തുക്കളെ? 2 ആണ്. അപ്പോൾ ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഹരീഷ്. ഹരിക്ക് തൊട്ട് താഴെ കിടക്കുന്ന 2 ആയതുകൊണ്ട് 2022 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? എസ് ഹരീഷിനാണ്. ഡൗട്ടില്ലല്ലോ സുഹൃത്തുക്കളെ? ഹരിക്ക് നേരെ താഴെ ഏത് നമ്പറാണ് കിടക്കുന്നത്? 2 ആണ്. അപ്പോൾ 2022 വയലാർ അവാർഡ് നേടിയത് എസ് ഹരീഷ് ആണ്. ഇനി സ്ത്രീക്ക് തൊട്ട് താഴെയായി കിടക്കുന്നത് ഏതാണ്? 3 ആണ് അല്ലെ? സ്ത്രീക്ക് തൊട്ട് താഴെ കിടക്കുന്നത് 3 ആണ്. അപ്പോൾ ശ്രീകുമാരൻ തമ്പിക്കാണ് 3 എന്ന് വെച്ചാൽ 2023 ശ്രീകുമാരൻ തമ്പിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചതെന്ന് പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ബെൻ വയലിൽ ഹരിശ്രീ എഴുതി എന്നങ്ങ് പഠിക്കുക. എങ്ങനെയാ ബെന്ന് ഹരിശ്രീ എഴുതിയത്? 1, 2, 3 എന്നാണ്. ബെന്നിന്റെ തൊട്ട് താഴെ വരുന്നത് 1 ആണ്. അതുകൊണ്ട് 2021 വയലാർ അവാർഡ് നേടിയത് ബെന്യാമിനാണ്. വയലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വയലാർ അവാർഡിനെ സൂചിപ്പിക്കുന്നു. ഹരിക്ക് തൊട്ട് താഴെ കിടക്കുന്നത് 2 ആണ്. അതുകൊണ്ട് എസ് ഹരീഷിനാണ് 2022 വയലാർ അവാർഡ് ലഭിച്ചത്. സ്ത്രീക്ക് തൊട്ട് താഴെ കിടക്കുന്നത് 3 ആണ്. അതുകൊണ്ട് 2023 വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ്. പഠിക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അടുത്തതാണ് ഓടക്കുഴൽ പുരസ്കാരം. ഓടക്കുഴൽ പുരസ്കാരം നൽകി തുടങ്ങിയത് 1969 ഓടക്കുഴൽ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം എത്രയാ സുഹൃത്തുക്കളെ? 1969 ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പ് തന്റെ ജ്ഞാനപീഠ പുരസ്കാരത്തിൽ നിന്ന് ലഭിച്ച തുകയുടെ ഒരു വിഹിതം ഉപയോഗിച്ചാണ്. പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓടക്കുഴൽ പുരസ്കാരം ആദ്യമായിട്ട് ഏർപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പാണ്. അദ്ദേഹത്തിന് ലഭിച്ച ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ തുകയുടെ ഒരു വിഹിതം ഉപയോഗിച്ചാണ് ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴൽ അവാർഡ് നൽകുന്നത്. ഓടക്കുഴൽ അവാർഡ് പുരസ്കാരം ഇപ്പോൾ നൽകുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ജി ശങ്കരക്കുറുപ്പിന്റെ ഓർമ്മയ്ക്കായിട്ട് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ്. അതാണ് ഇവിടെ വ്യത്യാസം കേട്ടോ. ഓടക്കുഴൽ പുരസ്കാരം ഇപ്പോഴാരാണ് നൽകുന്നതെന്ന് ചോദിച്ചാൽ അത് ജി ശങ്കരക്കുറുപ്പിന്റെ ഓർമ്മയാർത്ഥം ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് നൽകുന്നത്. ഓടക്കുഴൽ പുരസ്കാരം സമ്മാനത്തുക 30,000 രൂപ. പഠിക്കുക, ഓടക്കുഴൽ പുരസ്കാരം സമ്മാനത്തുക എത്രയെന്ന് ചോദിച്ചാൽ അത് 30,000 രൂപയാണ്. ഓടക്കുഴൽ അവാർഡ് ആദ്യമായി ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാലകുറുപ്പിനാണ്. അദ്ദേഹത്തിന്റെ തുളസീദാസ രാമായണം എന്നുള്ള പുസ്തകത്തിനാണ് കേട്ടോ. ഓടക്കുഴൽ അവാർഡ് ആദ്യമായി ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാലകുറുപ്പിനാണ്. അദ്ദേഹത്തിന്റെ തുളസീദാസ രാമായണം എന്നുള്ള പുസ്തകത്തിനാണ്. ഓടക്കുഴൽ അവാർഡ് ലഭിച്ച രണ്ടാമത്തെ വ്യക്തി OV വിജയൻ, ഖസാക്കിന്റെ ഇതിഹാസം. പഠിക്കുക, ഓടക്കുഴൽ അവാർഡ് ലഭിച്ച രണ്ടാമത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ OV വിജയൻ, അദ്ദേഹത്തിന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്നുള്ള പുസ്തകത്തിനാണ്. ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ വനിത ലളിതാംബിക അന്തർജനം. 1977 ലളിതാംബിക അന്തർജനത്തിന് ആ ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. ആ കൃതി എന്ന് ചോദിച്ചാൽ അത് അഗ്നിസാക്ഷിയാണ്. പഠിക്കുക, ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ വനിത ചോദിച്ചാൽ ലളിതാംബിക അന്തർജനമാണ്. ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷികൾ എന്നുള്ള പുസ്തകത്തിന് 1977 ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്ന രണ്ടാമത്തെ വനിതയാണെന്ന് ചോദിച്ചാൽ M ലീലാവതിയാണ്. വർണ്ണരാജി എന്നുള്ള M ലീലാവതിയുടെ പുസ്തകത്തിന് 1979 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു. പഠിക്കുക, ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്ന രണ്ടാമത്തെ വനിതയാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ M ലീലാവതിയാണ്.
1979 വർണ്ണരാജി എന്നുള്ള ഡോക്ടർ എം ലീലാവതിയുടെ പുസ്തകത്തിനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത്. ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച വനിതകളുടെ എണ്ണം 5 ആണ്. പഠിക്കുക, ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച വനിതകളുടെ എണ്ണം ചോദിച്ചാൽ അത് 5 ആണ്. ഓടക്കുഴൽ അവാർഡ് 2023 ആണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. ഓടക്കുഴൽ അവാർഡ് 2023 ലഭിച്ചത് PN ഗോപാലകൃഷ്ണനാണ്. ഓടക്കുഴൽ അവാർഡ് 2023 ലഭിച്ചത് PN ഗോപാലകൃഷ്ണനാണ്. PN ഗോപാലകൃഷ്ണന് ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കവിത മാംസഭോജിയാണ്. പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. PN ഗോപാലകൃഷ്ണന് ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കവിത ഏതെന്ന് ചോദിച്ചാൽ അത് കവിത മാംസഭോജിയാണ് എന്നുള്ള കവിതയ്ക്കാണ്. പഠിക്കുക. അപ്പോൾ ഓടക്കുഴൽ അവാർഡ് 2023 ലഭിച്ചത് PN ഗോപാലകൃഷ്ണനാണ്. PN ഗോപാലകൃഷ്ണന് ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം എന്ന് ചോദിച്ചാൽ കവിത മാംസഭോജിയാണ്. പഠിക്കുക, കവിത മാംസഭോജി എന്നുള്ള അദ്ദേഹത്തിന്റെ കവിതയ്ക്കാണ്. ഓടക്കുഴൽ അവാർഡ് 2022 ലഭിച്ചത് അംബികാസുധൻ മങ്ങാടിനാണ്. പഠിക്കുക, ഓടക്കുഴൽ അവാർഡ് 2022 ലഭിച്ചത് ആർക്കാ സുഹൃത്തുക്കളെ? അംബികാസുധൻ മങ്ങാടിനാണ്. അംബികാസുധൻ മങ്ങാടിന്റെ പ്രാണവായു എന്ന കവിതാ സമാഹാരത്തിനാണ് 2022 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. പഠിക്കുക, 2022 ഓടക്കുഴൽ അവാർഡ് ലഭിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് അംബികാസുധൻ മങ്ങാടാണ്. അദ്ദേഹത്തിന്റെ പ്രാണവായു എന്ന കവിതാ സമാഹാരത്തിനാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. ഓടക്കുഴൽ അവാർഡ് 2021 ലഭിച്ചത് സാറ ജോസഫിനാണ്. പഠിക്കുക, ഓടക്കുഴൽ അവാർഡ് 2021 ലഭിച്ചത് സാറ ജോസഫിനാണ്. അവരുടെ ബുദ്ധിനി എന്ന നോവലിനാണ് ലഭിച്ചത്. ഓടക്കുഴൽ അവാർഡ് 2021 നേടിയത് സാറ ജോസഫാണ്. സാറ ജോസഫിന്റെ ബുദ്ധിനി എന്ന നോവലിനാണ് 2021 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. ഓടക്കുഴൽ അവാർഡ് 2019 നേടിയത് N പ്രഭാകരനാണ്. അദ്ദേഹത്തിന്റെ മായാ മനുഷ്യർ എന്നുള്ള കൃതിക്കാണ് ലഭിച്ചത്. അപ്പോ 2019 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ അത് N പ്രഭാകരനാണ്. ഏത് കൃതിക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മായാ മനുഷ്യർ എന്നുള്ള കൃതിക്കാണ്. ഇത്രയും ഭാഗം സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട, നമ്മുടെ കയ്യിൽ സ്മാർട്ട് കോഡ് ഉണ്ട്. നമുക്ക് കോഡിലേക്ക് പോകാം. ഓടയിലെ GA സാറയ്ക്ക് പ്രഭയുണ്ട് എന്നങ്ങ് പഠിക്കുക. ഓടയിലെ GA സാറയ്ക്ക് പ്രഭയുണ്ട് എന്നങ്ങ് പഠിക്കുക. ഓടയിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടക്കുഴൽ അവാർഡിനെ സൂചിപ്പിക്കുന്നു. ഓടയിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടക്കുഴൽ അവാർഡിനെ സൂചിപ്പിക്കുന്നു. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PN ഗോപാലകൃഷ്ണനെ സൂചിപ്പിക്കുന്നു. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PN ഗോപാലകൃഷ്ണനെ സൂചിപ്പിക്കുന്നു. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബികാസുധൻ മങ്ങാടിനെ സൂചിപ്പിക്കുന്നു. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബികാസുധൻ മങ്ങാടിനെ സൂചിപ്പിക്കുന്നു. സാറയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ ജോസഫിനെ സൂചിപ്പിക്കുന്നു. സാറയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ ജോസഫിനെ സൂചിപ്പിക്കുന്നു. പ്രഭയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N പ്രഭാകരനെ സൂചിപ്പിക്കുന്നു. മറക്കരുത്, പ്രഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N പ്രഭാകരനെ സൂചിപ്പിക്കുന്നു. ഇത്രയും പോയിന്റ് സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക. ഇനി വർഷം പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോ ഇനി ഏതൊക്കെ വർഷമാണ് ഇത് ലഭിച്ചത് എന്നുകൂടി നമുക്കൊന്ന് പഠിച്ചു നോക്കാം. PN ഗോപാലകൃഷ്ണൻ ലഭിച്ചത് 2023 PN ഗോപാലകൃഷ്ണൻ ലഭിച്ചത് 2023 ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. അംബികാസുധൻ മങ്ങാടിന് ലഭിക്കുന്നത് 2022 2022 അംബികാസുധൻ മങ്ങാടിന് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. 2021 സാറ ജോസഫിന് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. 2021 സാറ ജോസഫിന് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. 2020 ഓടക്കുഴൽ അവാർഡ് പ്രഖ്യാപിച്ചില്ല. അതിനുശേഷം എന്താണ് 2019 ഓടക്കുഴൽ അവാർഡ് നേടിയതാരെന്ന് ചോദിച്ചാൽ അത് N പ്രഭാകരനാണ്. പഠിക്കുക, ആരാണ്? N പ്രഭാകരനാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കൾ, ശ്രദ്ധിച്ചിരിക്കുക. കോഡ് ഇത്രയുള്ളൂ. ഓടയിലെ GA സാറയ്ക്ക് പ്രഭയുണ്ട് എന്നങ്ങ് പഠിക്കുക. ഓടയിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓടക്കുഴൽ അവാർഡാണ്. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PN ഗോപാലകൃഷ്ണനെ സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിനാണ് 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബികാസുധൻ മങ്ങാടാണ്. അംബികാസുധൻ മങ്ങാടിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് 2022 അതുപോലെ തന്നെ സാറയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ ജോസഫിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് 2021 അതുപോലെ തന്നെ പ്രഭ എന്ന് പറഞ്ഞാൽ N പ്രഭാകരനെ സൂചിപ്പിക്കുന്നു. N പ്രഭാകരന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ച വർഷം 2019 അടുത്തതാണ് മുട്ടത്ത് വർക്കി പുരസ്കാരം. മുട്ടത്ത് വർക്കി അവാർഡ് നൽകി തുടങ്ങിയ വർഷം 1992 മുട്ടത്ത് വർക്കി അവാർഡ് നൽകി തുടങ്ങിയ വർഷം 1992 അവാർഡ് നൽകുന്നത് മുട്ടത്ത് വർക്കിയുടെ ഓർമ്മയാർത്ഥം മുട്ടത്ത് വർക്കി ഫൗണ്ടേഷൻ ആണ്. പഠിക്കുക, അവാർഡ് നൽകുന്നത് ആരാണ്? മുട്ടത്ത് വർക്കിയുടെ ഓർമ്മയാർത്ഥം മുട്ടത്ത് വർക്കി ഫൗണ്ടേഷൻ ആണ്.
മുട്ടത്ത് വർക്കി സമ്മാനത്തുക 50,000 രൂപയാണ്. മുട്ടത്ത് വർക്കി സമ്മാനത്തുക 50,000 രൂപയാണ്. മുട്ടത്ത് വർക്കിയുടെ ജന്മദിനമായ ഏപ്രിൽ 28-ന് വിജയിയെ പ്രഖ്യാപിക്കുകയും മുട്ടത്ത് വർക്കിയുടെ ചരമദിനമായ മെയ് 28-ന് സമ്മാനത്തുക നൽകുകയും ചെയ്യുന്നു. പഠിക്കുക സുഹൃത്തുക്കളെ, മുട്ടത്ത് വർക്കിയുടെ ജന്മദിനമായ ഏപ്രിൽ 28-ന് വിജയിയെ പ്രഖ്യാപിക്കുകയും മുട്ടത്ത് വർക്കിയുടെ ചരമദിനമായ മെയ് 28-ന് സമ്മാനത്തുക നൽകുകയും ചെയ്യുന്നു. ആദ്യമായി മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ച വ്യക്തി OV വിജയനാണ് 1992. ആദ്യമായി മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ച വ്യക്തിയാരെന്ന് ചോദിച്ചാൽ OV വിജയൻ, വർഷം 1992. മുട്ടത്ത് വർക്കി അവാർഡ് ലഭിക്കുന്ന രണ്ടാമത്തെ വ്യക്തിത്വം വൈക്കം മുഹമ്മദ് ബഷീറാണ് 1993. മുട്ടത്ത് വർക്കി അവാർഡ് ലഭിക്കുന്ന രണ്ടാമത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ വൈക്കം മുഹമ്മദ് ബഷീറാണ്, വർഷം 1933. മുട്ടത്ത് വർക്കി അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ വനിത ചോദിച്ചു കഴിഞ്ഞാൽ അത് കമല സുരയ്യ 2006 പഠിക്കുക. മുട്ടത്ത് വർക്കി അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ വനിത ആര് എന്ന് ചോദിച്ചാൽ അത് കമല സുരയ്യാണ്, വർഷം 2006. മുട്ടത്ത് വർക്കി അവാർഡ് ലഭിക്കുന്ന രണ്ടാമത്തെ വനിത P വത്സലയാണ്, വർഷം 2010 പഠിക്കുക. മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ വനിത ആരെന്ന് ചോദിച്ചാൽ അത് P വത്സലയാണ്, വർഷം 2010. മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ച വനിതകളുടെ എണ്ണം 4. മുട്ടത്ത് വർക്കി അവാർഡ് ലഭിക്കുന്ന വനിതകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ സുഹൃത്തുക്കളെ? അത് 4. പഠിക്കുക. മുട്ടത്ത് വർക്കി പുരസ്കാരം 2019 ലഭിച്ചത് ബെന്യാമിന്റെ ആടുജീവിതം എന്നുള്ള കൃതിക്കാണ്. പഠിക്കുക. മുട്ടത്ത് വർക്കി അവാർഡ് 2019 ലഭിച്ചത് ബെന്യാമിനാണ്. ബെന്യാമിന്റെ ആടുജീവിതം എന്ന കൃതിക്കാണ് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ചത്. മുട്ടത്ത് വർക്കി അവാർഡ് 2018 ലഭിച്ചത് KR മീരയ്ക്കാണ്. ആരാച്ചാർ എന്ന കൃതിക്ക്. പഠിക്കുക. മുട്ടത്ത് വർക്കി പുരസ്കാരം 2018 ലഭിച്ചത് KR മീരയ്ക്കാണ്. KR മീരയുടെ ആരാച്ചാർ എന്ന കൃതിക്കാണ് മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ചത്. മുട്ടത്ത് വർക്കി പുരസ്കാരം 2017 ലഭിച്ചത് TV ചന്ദ്രനാണ്. പഠിക്കുക. മുട്ടത്ത് വർക്കി പുരസ്കാരം 2017 ലഭിച്ചത് TV ചന്ദ്രനാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, മുട്ടത്ത് വർക്കി പുരസ്കാരം 2019 ലഭിച്ചത് ബെന്യാമിന്റെ ആടുജീവിതം എന്ന കൃതിക്കാണ്. മുട്ടത്ത് വർക്കി പുരസ്കാരം 2018 ലഭിച്ചത് KR മീരയുടെ ആരാച്ചാർ എന്നുള്ള കൃതിക്കാണ്. അതുപോലെ മുട്ടത്ത് വർക്കി പുരസ്കാരം 2017 ലഭിച്ചത് TV ചന്ദ്രനാണ്. പഠിക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു കോഡ് പറഞ്ഞു തരാം. ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. CM ആയ ബെൻ മുട്ടയിട്ടു എന്നങ്ങ് പഠിക്കുക. CM ആയ ബെൻ മുട്ടയിട്ടു എന്നങ്ങ് പഠിക്കുക. ഇതിൽ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TV ചന്ദ്രനെ സൂചിപ്പിക്കുന്നു. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TV ചന്ദ്രനെ സൂചിപ്പിക്കുന്നു. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KR മീരയെ സൂചിപ്പിക്കുന്നു. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KR മീരയെ സൂചിപ്പിക്കുന്നു. ബെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെന്യാമിനെ സൂചിപ്പിക്കുന്നു. ബെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെന്യാമിനെ സൂചിപ്പിക്കുന്നു. മുട്ടയിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടത്ത് വർക്കിയെ സൂചിപ്പിക്കുന്നു. ഈസി ആയിട്ട് നമുക്ക് പഠിക്കാമേ. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TV ചന്ദ്രനെ സൂചിപ്പിക്കുന്നു. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KR മീരയെ സൂചിപ്പിക്കുന്നു. അതുപോലെ ബെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെന്യാമിനെ സൂചിപ്പിക്കുന്നു. മുട്ടയിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടത്ത് വർക്കിയെ സൂചിപ്പിക്കുന്നു. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ONV പുരസ്കാരം. ONV പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം 2017. പഠിച്ചോളനെ. ONV പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം 2017. ONV പുരസ്കാരം നൽകുന്നത് ONV കൾച്ചറൽ അക്കാഡമിയാണ്. ONV പുരസ്കാരം നൽകുന്നത് ONV കൾച്ചറൽ അക്കാഡമിയാണ്. ONV പുരസ്കാര തുക 3 ലക്ഷം രൂപ. ONV പുരസ്കാര തുക എത്രയാണ്? 3 ലക്ഷം രൂപയാണ്. ONV പുരസ്കാരം ആദ്യമായി നേടിയ വനിതയാര് എന്ന് ചോദിച്ചാൽ അത് സുഗതകുമാരി, വർഷം 2007. അപ്പൊ ONV പുരസ്കാരം ആദ്യമായി നേടിയ വ്യക്തിയും ONV പുരസ്കാരം ആദ്യമായി നേടിയ വ്യക്തിത്വവും ആദ്യമായി നേടുന്ന വനിതയും ഒരാൾ തന്നെയാണ്. അത് സുഗതകുമാരി, വർഷം 2017. പഠിക്കുക. ONV പുരസ്കാരം നേടുന്ന ആദ്യത്തെ വ്യക്തിത്വവും ONV പുരസ്കാരം നേടുന്ന ആദ്യത്തെ വനിതയും ഒരാൾ തന്നെയാണ്. സുഗതകുമാരി, വർഷം 2017. കവിതാ മേഖലയ്ക്ക് നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കാണ് ONV പുരസ്കാരം നൽകിയത്. പഠിക്കുക. സുഗതകുമാരിക്ക് കവിതാ മേഖലയ്ക്ക് നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കാണ് ONV പുരസ്കാരം നൽകുന്നത്. പഠിക്കുക. ONV പുരസ്കാരം രണ്ടാമതായി നേടിയ വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അത് MT വാസുദേവൻ നായർ 2018. ONV പുരസ്കാരം രണ്ടാമതായി നേടുന്ന വ്യക്തിത്വമാരാണ്? MT വാസുദേവൻ നായരാണ്. 2018 MT വാസുദേവൻ നായർക്ക് ONV പുരസ്കാരം ലഭിച്ചതെന്ന് പഠിക്കുക. ONV പുരസ്കാരം നേടിയ രണ്ടാമത്തെ വനിത M ലീലാവതിയാണ്. പഠിക്കുക. ONV പുരസ്കാരം നേടിയ രണ്ടാമത്തെ വനിത ആരാണ്? M ലീലാവതിയാണ്. 2020 M ലീലാവതിക്ക് ലഭിച്ചത്. ഒന്നുകൂടി പറയാം. ONV പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം 2017. ONV പുരസ്കാരം നൽകുന്നത് ONV കൾച്ചറൽ അക്കാഡമിയാണ്. ONV പുരസ്കാരത്തിന്റെ തുക 3 ലക്ഷം രൂപ. ONV പുരസ്കാരം ആദ്യമായി നേടുന്ന വ്യക്തിയാരെന്ന് ചോദിച്ചാലും ആദ്യമായി നേടിയ വനിതയാരെന്ന് ചോദിച്ചാലും ഒരാൾ തന്നെയാണ്. സുഗതകുമാരി, വർഷം 2017.
കവിതാ മേഖലയ്ക്കുള്ള സമഗ്ര സംഭാവനയ്ക്കാണ് ONV പുരസ്കാരം നൽകുന്നത്. ONV പുരസ്കാരം രണ്ടാമതായി നേടിയ വ്യക്തിത്വമാരെന്ന് ചോദിച്ചാൽ MT വാസുദേവൻ നായർ. 2018 ONV പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ വനിത M ലീലാവതി. വർഷം 2020. പഠിക്കുക. 2023 ONV പുരസ്കാരം നേടിയത് C രാധാകൃഷ്ണനാണ്. പഠിക്കുക. 2023 ONV പുരസ്കാരം നേടുന്നത് ആരാണ്? C രാധാകൃഷ്ണനാണ്. 2022 ONV പുരസ്കാരം നേടിയത് T പത്മനാഭനാണ്. പഠിക്കുക. 2022 ONV പുരസ്കാരം നേടിയത് T പത്മനാഭനാണ്. 2021 ONV പുരസ്കാരം നേടിയത് വൈരമുത്തുവാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, 2023 ONV പുരസ്കാരം നേടിയത് C രാധാകൃഷ്ണനാണ്. 2022 ONV പുരസ്കാരം നേടിയത് T പത്മനാഭനാണ്. 2021 ONV പുരസ്കാരം നേടിയതാരെന്ന് ചോദിച്ചാൽ അത് വൈരമുത്തുവാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് തകഴി പുരസ്കാരം. തകഴി പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 2014. തകഴി പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 2014 തകഴി പുരസ്കാരം നൽകുന്നത് തകഴി സ്മാരക ട്രസ്റ്റും കേരള സാംസ്കാരിക വകുപ്പും ചേർന്നാണ്. പഠിച്ചോളണേ, തകഴി പുരസ്കാരം നൽകുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാല് തകഴി സ്മാരക ട്രസ്റ്റും അതിനോടൊപ്പം തന്നെ കേരള സാംസ്കാരിക വകുപ്പും ചേർന്നാണ്. തകഴി സാഹിത്യ പുരസ്കാര തുക 50,000 രൂപ. തകഴി സാഹിത്യ പുരസ്കാര തുക 50,000 രൂപ. ആദ്യ തകഴി സാഹിത്യ അവാർഡ് നേടിയത് പ്രൊഫസർ G ബാലചന്ദ്രനാണ്. തകഴിയുടെ സർഗപദങ്ങൾ എന്നുള്ള കൃതിക്കാണ്. പഠിക്കുക. ആദ്യ തകഴി സാഹിത്യ അവാർഡ് നേടിയതാരെന്ന് ചോദിച്ചാൽ പ്രൊഫസർ G ബാലചന്ദ്രനാണ്. അദ്ദേഹത്തിന്റെ തകഴിയുടെ സർഗപദങ്ങൾ എന്ന കൃതിക്കാണ് ലഭിച്ചത്. രണ്ടാമതായി തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. രണ്ടാമതായി തകഴി പുരസ്കാരം ലഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ MT വാസുദേവൻ നായർക്കാണ്. തകഴി പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വനിത ആരെന്ന് ചോദിച്ചാൽ അത് M ലീലാവതി. 2021 തകഴി പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വനിത ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ M ലീലാവതിയാണ്. വർഷം 2021. പഠിക്കുക. 2022 തകഴി പുരസ്കാരം ലഭിച്ചത് M മുകുന്ദനാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. 2022 തകഴി പുരസ്കാരം ലഭിച്ചത് M മുകുന്ദനാണ്. 2021 തകഴി പുരസ്കാരം ലഭിച്ചത് M ലീലാവതിക്കാണ്. ഡോക്ടർ M ലീലാവതിക്കാണ്. 2021 തകഴി പുരസ്കാരം ലഭിക്കുന്നത്. 2020 തകഴി പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരനാണ്. 2020 തകഴി പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരനാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, 2022 തകഴി പുരസ്കാരം ലഭിച്ചത് M മുകുന്ദനാണ്. 2021 തകഴി പുരസ്കാരം ലഭിച്ചത് M ലീലാവതിക്കാണ്. 2020 തകഴി പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരനാണ്. ഇത്രയും സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ആശാൻസ് പുരസ്കാരം. എന്താണ് ആശാൻ പുരസ്കാരം? ആശാൻ പുരസ്കാരം നൽകി തുടങ്ങിയത് 1985 മുതലാണ്. കുമാരനാശാന്റെ ഓർമ്മയാർത്ഥം ആശാൻ പുരസ്കാരം നൽകി തുടങ്ങിയത് 1985 മുതലാണ്. ആശാൻ പുരസ്കാരം നൽകുന്നത് ആശാൻ സ്മാരക അസോസിയേഷൻ ചെന്നൈയിലാണ്. പഠിക്കുക. ആശാൻ സ്മാരക പുരസ്കാരം നൽകുന്നത് ആരെന്ന് ചോദിച്ചാല് ആശാൻ സ്മാരക അസോസിയേഷൻ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ്. സാഹിത്യ മേഖലയിലെ മികച്ച കവികളെ ആദരിക്കുന്നതിന് വേണ്ടി നൽകുന്ന പുരസ്കാരമാണ് ആശാൻ പുരസ്കാരം. പഠിക്കുക. സാഹിത്യ മേഖലയിലെ മികച്ച കവികളെ ആദരിക്കുന്നതിന് വേണ്ടി നൽകുന്ന പുരസ്കാരമാണ് ആശാൻ പുരസ്കാരം. ആശാൻ പുരസ്കാര തുക 50,000 രൂപ. പഠിക്കുക. ആശാൻ പുരസ്കാര തുക എത്ര സുഹൃത്തുക്കളെ? 50,000 രൂപയാണ്. ആദ്യത്തെ ആശാൻ പുരസ്കാര ജേതാവ് C മണിയാണ്. 1985 C മണിക്ക് ലഭിച്ചത്. ഓക്കെയാണ്. ആദ്യത്തെ ആശാൻ പുരസ്കാര ജേതാവ് C മണിയാണ്. വർഷം 1985. അടുത്ത് പറയാൻ പോകുന്ന പോയിന്റ് വ്യക്തമായി സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. രണ്ടാമത്തെ ആശാൻ പുരസ്കാര ജേതാവ് ആരെന്ന് ചോദിച്ചാൽ അത് NN കക്കാടാണ്. പഠിക്കുക. രണ്ടാമത്തെ ആശാൻ പുരസ്കാര ജേതാവ് ആരാണ്? NN കക്കാടാണ്. ആശാൻ സ്മാരക പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വനിത ചോദിച്ചാൽ അത് സൗന്ദര്യ കൈലാസമാണ്. അതാണ്. ചില പുസ്തകങ്ങളിൽ വ്യത്യാസം കാണുന്നുണ്ട്, ശ്രദ്ധിക്കുക. ആശാൻ സ്മാരക പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വനിത ചോദിച്ചു കഴിഞ്ഞാൽ അത് സൗന്ദര്യ കൈലാസമാണ്. വർഷം 1989. ഇവരൊരു തമിഴ് കവിതാകൃത്താണ്. അവർക്കാണ് 1989 ആദ്യത്തെ ആശാൻ സ്മാരക വനിതാ പുരസ്കാരം ലഭിക്കുന്നത്. ആശാൻ സ്മാരക പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ മലയാളി വനിതയാണെങ്കിൽ അത് സുഗതകുമാരി. വർഷം 1990. ഇങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കണേ. ആശാൻ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ മലയാളി വനിതയായിരുന്നു ചോദിച്ചാൽ അത് സുഗതകുമാരി. വർഷം 1990.
ചില പുസ്തകങ്ങളിൽ ആശാ സ്മാരക പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വനിതയായിരുന്നു ചോദിച്ചിട്ട് അത് സുഗതകുമാരി എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ശരിയല്ല. ഇനി PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻ സുഗതകുമാരിയാണ് വരുന്നതെങ്കിൽ കൃത്യമായി സുഹൃത്തുക്കൾ ഉത്തരം നൽകാൻ പ്രശ്നമില്ല. എന്നാൽ ആശാൻ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വനിതയാരെന്ന് ചോദിച്ചാൽ അത് സൗന്ദര്യ കൈലാസം, വർഷം 1989. ആശാൻ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ മലയാളി വനിതയാണ് ചോദിക്കുന്നെങ്കിൽ അത് സുഗതകുമാരി, വർഷം 1990. പഠിക്കുക. 2022 ആശാൻ പുരസ്കാരം നേടിയത് കുരീപ്പുഴ ശ്രീകുമാരനാണ്. 2022 ആശാൻ പുരസ്കാരം നേടിയത് കുരീപ്പുഴ ശ്രീകുമാരനാണ്. 2023 ആശാൻ പുരസ്കാരം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. 2022 ആശാൻ പുരസ്കാരമാണ് 2023 പ്രഖ്യാപിച്ചത്. അതാർക്കാണ്? കുരീപ്പുഴ ശ്രീകുമാരനാണ്. 2021 ആശാൻ പുരസ്കാരം K ജയകുമാറിനാണ്. 2021 ആശാൻ പുരസ്കാരം നേടിയത് ആരാണ്? K ജയകുമാറാണ്. 2020 ആശാൻ പുരസ്കാരം നേടിയത് പുതുശ്ശേരി രാമചന്ദ്രനാണ്. പഠിക്കുക. 2020 ആശാൻ പുരസ്കാരം നേടിയത് ആരാണ്? പുതുശ്ശേരി രാമചന്ദ്രനാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, 2022 ആശാൻ പുരസ്കാരം നേടിയത് കുരീപ്പുഴ ശ്രീകുമാറാണ്. 2021 ആശാൻ പുരസ്കാരം നേടിയത് K ജയകുമാറാണ്. 2020 ആശാൻ പുരസ്കാരം നേടിയത് പുതുശ്ശേരി രാമചന്ദ്രനാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ഹരിവരാസന പുരസ്കാരം. ഹരിവരാസന പുരസ്കാരം നൽകി തുടങ്ങിയത് 2012. ഹരിവരാസന പുരസ്കാരം നൽകി തുടങ്ങിയത് 2012. ഹരിവരാസന പുരസ്കാര തുക 1 ലക്ഷം രൂപയാണ്. പഠിക്കുക. ഹരിവരാസന പുരസ്കാര തുക എത്ര സുഹൃത്തുക്കളെ? 1 ലക്ഷം രൂപയാണ്. ഹരിവരാസന പുരസ്കാരം നൽകുന്നത് കേരള സർക്കാരും കേരള ദേവസ്വം ബോർഡും ചേർന്നാണ്. പഠിക്കുക. ഹരിവരാസന പുരസ്കാരം നൽകുന്നത് കേരള സർക്കാരും കേരള ദേവസ്വം ബോർഡും ചേർന്നാണ്. ഹരിവരാസന പുരസ്കാരം ആദ്യമായി ലഭിച്ചത് KJ യേശുദാസിനാണ്. പഠിക്കുക. ഹരിവരാസന പുരസ്കാരം ആദ്യമായി ലഭിച്ചത് KJ യേശുദാസിനാണ്. വർഷം 2012. ഹരിവരാസന പുരസ്കാരം രണ്ടാമതായി ലഭിച്ചത് KG ജയനാണ്. വർഷം 2013. ഹരിവരാസന പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വനിത KS ചിത്ര. 2018 ഓൾറെഡി ചോദിച്ച ചോദ്യമാണ്. ഹരിവരാസന പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വനിത ആരാണ്? KS ചിത്രയാണ്. വർഷം 2018. ഹരിവരാസന പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ വനിത P സുശീല. വർഷം 2019. ഹരിവരാസന പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ വനിത P സുശീല. വർഷം 2019. ഒന്നുകൂടി പറയുവാണ്. ഹരിവരാസന പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം 2012. ഹരിവരാസന പുരസ്കാരം സമ്മാനത്തുക 1 ലക്ഷം രൂപയാണ്. ഹരിവരാസന പുരസ്കാരം നൽകുന്നത് കേരള സർക്കാരും കേരള ദേവസ്വം ബോർഡും ചേർന്നാണ്. ഹരിവരാസന പുരസ്കാരം ആദ്യമായി ലഭിച്ചത് KJ യേശുദാസിന്. വർഷം 2012. ഹരിവരാസന പുരസ്കാരം രണ്ടാമതായി ലഭിച്ചത് KG ജയനാണ്. 2013. ഹരിവരാസന പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വനിത ചോദിച്ചു കഴിഞ്ഞാൽ KS ചിത്രയാണ്. 2018. ഹരിവരാസന പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ വനിതയാണ് ചോദിക്കുന്നെങ്കിൽ അത് P സുശീലയാണ്. വർഷം 2019. പഠിക്കുക. 2024 ഹരിവരാസന പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് PK വീരമണിദാസിനാണ്. പഠിക്കുക. 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് PK വീരമണി ദാസിനാണ്. അല്ലെങ്കിൽ ദാസിൻ എന്ന് മാത്രം പഠിക്കുക. അതിനുള്ള കാരണമുണ്ട്. 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് PK വീരമണി ദാസിൻ എന്ന് പഠിക്കുക. വീരമണി ദാസിൻ എന്ന് പഠിക്കുക. 2023 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 2023 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 2022 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആലപ്പി രംഗനാഥനാണ്. 2022 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആലപ്പി രംഗനാഥനാണ്. 2021 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് MR വീണമണി രാജുവിനാണ്. ഇതാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. 2021 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് MR വീരമണി രാജുവിനാണ്. അതുകൊണ്ട് നമുക്ക് ഇനി വീരമണി വേണ്ട, രാജുവിന് മതി. MR രാജുവിനാണ് ഹരിവരാസന പുരസ്കാരം 2021 ലഭിച്ചത്. ഒന്നുകൂടി പറയാം. 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് PK വീരമണി ദാസിനാണ്. അപ്പോൾ ദാസനാണ് 2024 ഹരിവരാസന പുരസ്കാരം കിട്ടിയെന്ന് പഠിക്കുക. 2023 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 2022 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആലപ്പി രംഗനാഥനാണ്. 2021 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് MR വീരമണി രാജുവിനാണ്. അപ്പൊ രാജുവിനാണ് 2021 ഹരിവരാസന പുരസ്കാരം ലഭിച്ചതെന്ന് പഠിച്ചു വെക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ്. നന്നായിട്ട് പഠിക്കേണ്ട പോയിന്റ് ആണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1958.
കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1958 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നൽകുന്നത് കേരള സാഹിത്യ അക്കാദമി തന്നെയാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നൽകുന്ന ആരാ സുഹൃത്തുക്കളെ? കേരള സാഹിത്യ അക്കാദമി തന്നെയാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2022 നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം സുഹൃത്തുക്കൾ. ഇത് പഠിക്കാതെ പോകരുത്, അത്രയും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറയുന്നത്. 2022 കേരള സാഹിത്യ അക്കാദമി മികച്ച നോവലായി തിരഞ്ഞെടുത്തത് സമ്പർക്ക ക്രാന്തി, എഴുതിയത് വി ഷിനിലാലാണ്. പഠിക്കുക. 2022 മികച്ച നോവലായി തിരഞ്ഞെടുത്തത് കേരള സാഹിത്യ അക്കാദമി ഏതാണ്? സമ്പർക്ക ക്രാന്തി, എഴുതിയതാരാണ്? വി ഷിനിലാലാണ്. മികച്ച ചെറുകഥയായി തിരഞ്ഞെടുത്തത് മുഴക്കമാണ്, PF മാത്യൂസിന്റെ. മികച്ച ചെറുകഥയായി തിരഞ്ഞെടുത്തത് മുഴക്കമാണ്, PF മാത്യൂസ് ആണ് എഴുതിയത്. പഠിക്കുക. മികച്ച ബാലസാഹിത്യം ചക്കരമാമ്പഴം, എഴുതിയത് ഡോക്ടർ കെ ശ്രീകുമാർ ആണ്. പഠിക്കുക. PSCയുടെ സ്ഥിരം ചോദ്യമേഖലയാണ്. കേരള സാഹിത്യ അക്കാദമി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൽ മികച്ച ബാലസാഹിത്യം വ്യക്തമായിട്ട് പഠിക്കണം. ചക്കരമാമ്പഴം എഴുതിയതാരാണ്? ഡോക്ടർ കെ ശ്രീകുമാർ ആണ്. മികച്ച കവിതാ സമാഹാരം കടലാസുവിദ്യ, എഴുതിയത് NG ഉണ്ണികൃഷ്ണനാണ്. മികച്ച കവിതാ സമാഹാരം കടലാസുവിദ്യ, എഴുതിയത് NG ഉണ്ണികൃഷ്ണനാണ്. ഒന്നുകൂടി പറയാം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2022 മികച്ച നോവൽ സമ്പർക്ക ക്രാന്തി, എഴുതിയത് വി ഷിനിലാലാണ്. മികച്ച ചെറുകഥ മുഴക്കമാണ്, PF മാത്യൂസ് ആണ് എഴുതിയത്. മികച്ച ബാലസാഹിത്യം ചക്കരമാമ്പഴം, എഴുതിയത് ഡോക്ടർ കെ ശ്രീകുമാർ ആണ്. മികച്ച കവിതാ സമാഹാരം കടലാസുവിദ്യ, എഴുതിയത് NG ഉണ്ണികൃഷ്ണനാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കൊടുത്തു തുടങ്ങിയ വർഷം 2002. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കൊടുത്തു തുടങ്ങിയ വർഷം 2002 മാതൃഭൂമി പുരസ്കാര തുക 3 ലക്ഷം രൂപയാണ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാര തുക എത്രയാണ്? 3 ലക്ഷം രൂപയാണ്. മാതൃഭൂമി പുരസ്കാരം ആദ്യമായി ലഭിച്ച വ്യക്തി തിക്കൊടിയനാണ്. പഠിക്കുക. മാതൃഭൂമി പുരസ്കാരം ആദ്യമായി ലഭിച്ച വ്യക്തി ആരാണ്? തിക്കൊടിയനാണ്. മാതൃഭൂമി പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത M ലീലാവതി 2012. മാതൃഭൂമി പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത ആരെന്ന് ചോദിച്ചാൽ M ലീലാവതി, വർഷം 2012. മാതൃഭൂമി പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ വനിത സുഗതകുമാരി 2014. മാതൃഭൂമി പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ വനിത ആരാണ്? സുഗതകുമാരി, വർഷം 2014. 2022 മാതൃഭൂമി പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. പഠിക്കുക. 2022 മാതൃഭൂമി പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. 2020 മാതൃഭൂമി പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ K സച്ചിദാനന്ദനാണ്. 2021 പ്രഖ്യാപിച്ചില്ല, കാരണം കൊറോണ ആയതുകൊണ്ട്. അപ്പോൾ 2022 മാതൃഭൂമി പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. 2020 മാതൃഭൂമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? K സച്ചിദാനന്ദനാണ്. പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മൾ കേരള പുരസ്കാരം 2023 എന്നുള്ള മേഖലയിൽ നമ്മൾ പഠിച്ചത്. സുഹൃത്തുക്കൾ, ഇവയെല്ലാം വ്യക്തമായിട്ട് പഠിക്കുക. കോഡുള്ളവയെല്ലാം 4-5 തവണ എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.